ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഈ സമയം വരെ എന്തൊക്കെ ചെയ്തു? കുറേ പേര് അമ്മയെ സഹായിച്ചു, സ്കൂളിലെ ഓൺലൈൻ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അതിൻ്റെ വർക്കുകൾ ചെയ്തു, കുറച്ച് പേര് ടി വി കണ്ടു, പല പ്രവർത്തനങ്ങളും ചെയ്തു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ബൈബിൾ വായിച്ചവരൊന്ന് കൈ പൊക്കാമോ? എല്ലാവരും ഇല്ല അല്ലേ? പ്രാർത്ഥിച്ചവരൊന്ന് കൈ പൊക്കാമോ? കുറച്ച് പേരും കൂടിയൊക്കെ ഉണ്ട്. ടീച്ചർ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നതിന് മുൻപേയും പ്രാർത്ഥിച്ച് തുടങ്ങണം. ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് വേണം തുടങ്ങാൻ. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ ദിവസം ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പോൾ ആ ദിവസത്തെ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് പാഠമാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? പാഠം 4, പാപത്തിൻ്റെ ഫലം നാശം. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു അല്ലേ? ടീച്ചർ ഒരു പ്രവർത്തനം ചെയ്യാൻ തന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ വായിക്കാൻ. വായിച്ചോ മക്കളെ? എല്ലാവരും സത്യസന്ധമായിട്ടും പറഞ്ഞ് എല്ലാവരും വായിച്ചോ? വായിച്ചു അല്ലേ? കുറേ പേരൊക്കെ വായിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു കുരിശുവരയുടെ സമയത്തൊക്കെ അത് വായിക്കണമെന്ന്. നിങ്ങൾക്കപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായില്ലേ നോഹയുടെ ജീവിതകഥയെക്കുറിച്ച്? നല്ല രസമല്ലേ? കഥ പോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലേ? പിന്നെ വേറെയും പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പദസഞ്ചിയിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തി എഴുതാനും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചോ? എല്ലാം ചെയ്തു. അപ്പോൾ ആദ്യ ഭാഗം ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ ഭാഗത്തിലേക്ക് കടക്കും. അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിന് ശക്തിയും ബുദ്ധിക്ക് പ്രകാശവും നൽകണമേ. ഓക്കെ, എല്ലാവരും ഇരുന്നോ. കഴിഞ്ഞ ദിവസം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ആരായിരുന്നു? നോഹ. നോഹ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? പാപം ചെയ്യാതെ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി കേട്ട് ദൈവത്തിന് സംപ്രീതനായി ജീവിച്ചു വരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ദൈവം വലിയ ഒരു ശിക്ഷ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നോഹയെയും കുടുംബത്തെയും മാത്രം രക്ഷിച്ചു. ഓർക്കുന്നില്ലേ? നമ്മൾ ആ വീഡിയോ കണ്ടതൊക്കെ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? നോഹ ഒരു പെട്ടകമുണ്ടാക്കുന്നു. പെട്ടകത്തിൽ ആരെയൊക്കെ പ്രവേശിപ്പിച്ചത്? നോഹയും കുടുംബവും. പിന്നെ ജീവജാലങ്ങൾ, എല്ലാ ജീവജാലങ്ങളെയും കയറ്റിയായിരുന്നോ? ഇല്ല അല്ലേ? എല്ലാ ജീവജാലങ്ങളിലും പെട്ട ആണും പെണ്ണുമായി 2 ജീവികളെ വീതമാണ് പെട്ടകത്തിൽ കയറ്റിയത്. അങ്ങനെ പെട്ടകം ആ വെള്ളപ്പൊക്കത്തിനിടയിലൂടെ ഒഴുകുന്ന വീഡിയോ ഒക്കെ ഓർക്കുന്നുണ്ടല്ലേ? വെള്ളപ്പൊക്കം പതിയെ താഴുന്നു. നോഹയും കുടുംബവും ജീവജാലങ്ങളുമെല്ലാം പുറത്തു വരുന്നു. അവർ ഭൂമിയിൽ വീണ്ടും ജീവിതം ആരംഭിക്കുകയാണ്. ദൈവം നോഹയുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചത് ഓർക്കുന്നുണ്ടോ? മഴവില്ല്. അത് തന്നെ. എന്തായിരുന്നു? മഴവില്ല് സ്ഥാപിച്ചു അല്ലേ ദൈവം? ഇനി ഒരിക്കലും ജലപ്രളയം മൂലം ലോകത്തെ നശിപ്പിക്കില്ല എന്ന് ദൈവം നോഹയോട് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഒത്തിരി ഇഷ്ടമല്ലേ? ടീച്ചർ ഒരു കഥ പറയാവേ. 2 ചേട്ടന്മാരുടെ കഥയാണ്. മത്തായിയും ജോസഫും. എന്താണ് പേര്? മത്തായിയും ജോസഫും. 2 പേര് സുഹൃത്തുക്കളാണ്. 2 പേരും അയൽക്കാരാണ്. പക്ഷേ 2 പേരുടെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ജോസഫ് നല്ല ദൈവവിശ്വാസിയാണ്. എന്നാൽ നമ്മുടെ മത്തായിയോ ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ല. വലിയ വീടും കാറും എസ്റ്റേറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ അഹങ്കരിച്ച് ജീവിക്കുക. ജോസഫോ തനിക്കുള്ളവയിൽ സന്തോഷിച്ച് ജീവിക്കുക. ദൈവത്തിൻ്റെ സ്വർഗീയ സന്തോഷം അനുഭവിച്ച് ജീവിച്ചു പോരുക. എന്നും പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, സന്ധ്യാപ്രാർത്ഥനകളിൽ പങ്കെടുക്കും. ജോസഫ് എപ്പോഴും മത്തായി ചേട്ടനോട് പറയാറുണ്ട്, മത്തായി നീ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഈ സമ്പത്തൊക്കെ എന്തെങ്കിലും നഷ്ടമാകും, നീ ദൈവത്തെ ധിക്കരിച്ച് ജീവിക്കരുത്. അപ്പോഴെന്താ മത്തായി ചേട്ടൻ പറയാന്നറിയോ? നീ എപ്പോഴും ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് എന്നും ദാരിദ്ര്യം, സങ്കടമാണല്ലോ. അങ്ങനെ 2 പേരും കഴിഞ്ഞു പോരുകയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞു.
മത്തായി ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരസുഖം പിടിപിടിക്കുക. ആദ്യമേ ചെറിയ തലവേദനയായിരുന്നു. പിന്നീട് പല ചികിത്സകളും നടത്തി. കൊണ്ടുപോകാൻ പറ്റുന്ന ആശുപത്രികളിലെല്ലാം ചെന്നു. പക്ഷേ ഡോക്ടർമാർക്ക് ആ രോഗമേതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചികിത്സകൾ പലതും നടത്തി. തൻ്റെ സമ്പത്ത് ഓരോന്നായി നശിക്കാൻ തുടങ്ങി. കാറ് വിൽക്കുന്നു, എസ്റ്റേറ്റ് വിൽക്കുന്നു, വീട് വിൽക്കുന്നു, എല്ലാം നശിക്കുന്നു. മത്തായി ചേട്ടൻ്റെ ജീവിതം ഇതാ നശിച്ച് നശിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ ഈ കഥ നിർത്തുകയാണ് മക്കളെ. നോക്കിക്കേ, 2 പേര്, ജോസഫും മത്തായിയും. അവരുടെ ജീവിതങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവിടെ അഹങ്കാരിയായി ജീവിച്ചത് ആരായിരുന്നു? മത്തായി അല്ലേ? അവസാനം എന്ത് സംഭവിച്ചു? നശിക്കാൻ തുടങ്ങി. മത്തായിയുടെ ജീവിതം നശിക്കുവാൻ തുടങ്ങി. നമുക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കും നമുക്കറിയാമോ? എന്നിട്ട് നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നത്? നമ്മുടെ ഈ ജീവനും ജീവിതവും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതൊരിക്കലും കുഞ്ഞുങ്ങൾ മറക്കരുത്. എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എളിമപ്പെട്ട് നിൽക്കണം. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്കൊന്ന് വരാം. നോഹയെ നിങ്ങൾ കണ്ടു. ദൈവത്തിന് പ്രീതികരമായ മനുഷ്യൻ. നോഹയ്ക്ക് മക്കളുണ്ടായി. ഷേം, ഹാം, യാഫത്ത്. അവർക്കും മക്കളുണ്ടായി. നോഹയുടെ സ്വഭാവമായിരുന്നില്ല ആ മക്കൾക്ക്. അവർ തീർത്തും അഹങ്കാരികളായിരുന്നു. ദൈവത്തിൽ വിശ്വാസമില്ല. ദൈവത്തെ കൂടാതെ തങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടു കൂടി അവർ ജീവിക്കുന്നത്. അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയാണ്. തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ഒരു പട്ടണവും ഗോപുരവും ഒക്കെ നിർമ്മിക്കാൻ തീരുമാനിക്കുക. എങ്ങനെ? ദൈവത്തോട് അനുവാദം ചോദിക്കാതെ, ദൈവത്തെ കൂട്ടുപിടിക്കാതെ. നമുക്ക് അവരുടെ പദ്ധതി എന്തൊക്കെയാണെന്ന് ബൈബിളിലൂടെ ഒന്ന് വായിച്ചറിഞ്ഞാലോ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ അത് പറയുന്നുണ്ട്. കിഴക്കുനിന്നു വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. എന്താണ് അവർ തീരുമാനിച്ചത്? അവർ ബാബേൽ എന്നൊരു സ്ഥലത്ത് അവരുടെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ഒരു പട്ടണവും ഗോപുരവും നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. ദൈവത്തെ അവർ കൂട്ടുപിടിച്ചോ? ദൈവത്തോട് അവർ ചോദിച്ചോ? ചോദിച്ചില്ല. കാരണം ദൈവം തങ്ങളെക്കാൾ വലിയവരാണെന്ന് അവർക്കറിയാം. ദൈവത്തെ കൂട്ടുപിടിച്ചാൽ തങ്ങളുടെ പ്രശസ്തി താന്നു പോയാലോ എന്നാണ് അവർ ചിന്തിച്ചത്. അവരെങ്ങനെ പണി തുടങ്ങുകയാണ്. പക്ഷേ ദൈവത്തിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ദൈവം എന്ത് ചെയ്തെന്നറിയാവോ മക്കളെ? നമുക്ക് ഈ തുടർന്നുള്ള വീഡിയോ ഭാഗം ഒന്ന് കാണാം. കൃത്യമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വളരെ ശക്തരാണ്. ദൈവം മാത്രമേ നമ്മളെക്കാൾ വലിയവരുള്ളൂ. നമ്മൾ പ്രബലരും ഒരുമയുള്ളവരുമാണ്. നമുക്ക് മുകളിൽ ആരും ഉണ്ടാകരുത്, ദൈവം പോലും. ദൈവത്തിനേക്കാൾ മുകളിലെത്താൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ശരിയാണ്. ആരുടെയെങ്കിലും കീഴിലാകുന്നത് നമുക്ക് നന്നല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാനാകും? നമുക്ക് എന്തുകൊണ്ടൊരു വലിയ ഗോപുരം ഉണ്ടാക്കിക്കൂടാ? ആകാശം മുട്ട ഉയർന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഗോപുരം. അത് നല്ലൊരാശയമാണല്ലോ. അത് നമ്മുടെ പ്രസക്തി നിലനിർത്താനും നമ്മുടെ ജനതകൾക്ക് അതൊരു സ്മാരകമായി തീരാനും വളരെ നല്ലതാണ്. നമുക്കിതിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കാം. അവർ ഗോപുരം പണിയാൻ തുടങ്ങി. ചുടിഷ്ടിക കൊണ്ട് അവർ ഗോപുരത്തിന്റെ നിർമ്മാണം തുടങ്ങി. ഗോപുരം അങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു.
പക്ഷെ ദൈവം ഈ പട്ടണവും ഗോപുരവും കണ്ടപ്പോൾ മനുഷ്യവംശത്തിന് അവരുടെ ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. അവർക്കായി എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സ്വന്തം പ്രശസ്തിക്കായി ഒരു സ്മാരകം അവർ പണിയുക. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു അവരുടെ ഭാഷ ഭിന്നിപ്പിച്ച് പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം അവരെ ചിതറിച്ച് കളയാമെന്ന്. അവിടെ തെറ്റിദ്ധാരണയുടെ കീളിരംഗമായി മാറി. പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നെങ്കിലും ആ സുഹൃത്തുക്കൾക്ക് പരസ്പരം ഒന്നും മനസ്സിലായില്ല. ഈ ആശയക്കുഴപ്പം കാരണം ആ ഗോപുരത്തിൻ്റെ നിർമ്മാണം അവർക്ക് നിർത്തേണ്ടി വന്നു. ആ നഗരത്തിന് ബാബേൽ എന്ന പേര് വന്നു. അതിനർത്ഥം ആശയക്കുഴപ്പം എന്നാണ്. മക്കൾ കണ്ടോ, ബാബേൽ ഗോപുരം പണിത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അന്നുവരെ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ആ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചു. അതായത് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവത്തില്ല. ഗോപുരം പണിയുമ്പോൾ ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ വേറെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരും. മൊത്തം ആശയക്കുഴപ്പമായി, അലങ്കോലമായി. പണിയെല്ലാം അലങ്കോലപ്പെട്ടു, തടസ്സപ്പെട്ടു. അങ്ങനെ അവരുടെ പ്രവർത്തനം അവിടെ തീരുകയാണ്. അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചോ മക്കളെ? ഇല്ല അല്ലേ? ടീച്ചർ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് എഴുന്നേറ്റ് വരുന്നവർക്ക് അന്നത്തെ ദിവസം അനുഗ്രഹപ്രദമായി തീരും. അത് ഉറപ്പുള്ള കാര്യമാണ് മക്കളെ. ഇവിടെ ദൈവത്തെ കൂടാതെ, ദൈവത്തോട് അനുവാദം ചോദിക്കാതെ അവർ തുടങ്ങിയ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചോ? ഇല്ല അല്ലേ? പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളും പ്രാർത്ഥിക്കാതെ തുടങ്ങുന്ന കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് മക്കളെ. ദൈവിക ചൈതന്യത്താൽ ചെയ്യുന്ന പ്രവർത്തനത്തിന് പ്രത്യേക ഒരു അനുഗ്രഹമുണ്ടാകും. അല്ലെങ്കിൽ ആ പ്രവർത്തനം ഉദ്ദേശിച്ച ഫലം എത്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതൊരു പക്ഷേ പാപത്തിലേക്ക് നയിക്കാം. അത് അവസാനം നാശത്തിലേക്ക് എത്തിച്ചേരും. പാപത്തിൻ്റെ ഫലം നാശമാണ്. നമ്മൾ നോഹയുടെ ജീവിതകഥയിൽ കണ്ടു അല്ലേ? നോഹയുടെ ചുറ്റുമുള്ള വാസികൾക്ക് എന്ത് സംഭവിച്ചു? പാപം ചെയ്തത് മൂലം നാശത്തിൽ അവസാനിച്ചു. പക്ഷേ നോഹയോ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ദൈവം പറയുന്നത് പോലെ ജീവിച്ചതുകൊണ്ട് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടില്ല. പാപം ചെയ്യുമ്പോൾ ദൈവിക ജീവൻ നഷ്ടപ്പെടും. കുഞ്ഞുമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഒന്ന് ഇരുന്നേ, എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കൈകൾ കൂപ്പി കണ്ണടച്ച് ഒന്ന് ഫ്രീ ആയിക്കേ. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹപിതാവായ ദൈവമേ, അഹങ്കാരം എന്ന പാപത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ. എല്ലാം അങ്ങയുടെ ദാനമാണ്. അങ്ങയുടെ മുൻപിൽ എളിമപ്പെട്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മൾ ഈ പാഠഭാഗത്ത് 2 രീതിയിലുള്ളവരെയാണ് കണ്ടുമുട്ടിയതല്ലേ? ആദ്യമേ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനെ കണ്ടു, നോഹയിൽ ദൈവം സംപ്രീതനാകാൻ കാരണം എന്തായിരുന്നു? ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. ദൈവം ഭൂമിയെ ജലപ്രളയം മൂലം നശിപ്പിക്കാൻ കാരണം എന്താ? ഉൽപ്പത്തി 6-ാം അധ്യായം 5-ാം വാക്യം എന്തായിരുന്നു? ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും മനുഷ്യൻ്റെ ചിന്തയിലും ഭാവനയിലും ദുഷ്ടത മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് ഭൂമിയിലെ ജീവജാലങ്ങളെ ജലപ്രളയം മൂലം നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത്. 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നു? വലിയൊരു ഗോപുരം കെട്ടിപ്പൊക്കുകയാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ ആർക്ക് സാധിച്ചില്ല? നോഹയുടെ മക്കൾക്ക് സാധിച്ചില്ല. കാരണം അവർ അഹങ്കാരികളായിരുന്നു. ദൈവത്തിന് തെല്ലും വില അവരുടെ ജീവിതത്തിൽ കൽപ്പിച്ചില്ല. അവർ ബാബേൽ ഗോപുരം കെട്ടി തുടങ്ങി, പക്ഷെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അവർ നശിക്കുകയാണ്. പാപത്തിൽ വീഴുന്നവരെന്ത് ചെയ്യും? അവസാനം നശിക്കും. നമുക്കൊരു പാട്ട് പാടിയാലോ? നോഹയുടെ ജീവിതകഥയും ബാബേൽ ഗോപുരവും ഒക്കെ ഉൾപ്പെടുത്തിയൊരു പാട്ട് വീഡിയോയിൽ കേൾക്കും. അപ്പോൾ നിങ്ങളും അതിനൊപ്പം പാടണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ പാട്ട്.
ടെക്സ്റ്റ് ബുക്ക് തുറന്ന് അതിനൊപ്പം നല്ല മിടുക്കരായിട്ട് ആ പാട്ടൊന്ന് പാടണം കേട്ടോ. നീതിമാനായൊരു നോഹയെന്ന് ദൈവത്തിൻ കൽപ്പന കേട്ടു നന്നായി പേടകമുണ്ടാക്കി ഉള്ളിലാക്കി പക്ഷി മൃഗാദികൾ ജോഡികളായി. നീതിമാനായൊരു നോഹയെന്ന് ദൈവത്തിൻ കൽപ്പന കേട്ടു നന്നായി പേടകമുണ്ടാക്കി ഉള്ളിലാക്കി പക്ഷി മൃഗാദികൾ ജോഡികളായി. ഹൃത്തിൽ അഹങ്കാരം മൂത്തൊരു നാൾ ബാബേലിൻ ഗോപുരം മർത്യരെ ദൈവം ചിതറിച്ചപ്പോൾ ധിക്കാരം നമ്മെയും ചിതറിച്ചിടും. മർത്യരെ ദൈവം ചിതറിച്ചപ്പോൾ ധിക്കാരം നമ്മെയും ചിതറിച്ചിടും. നീതിമാനായൊരു നോഹയെന്ന് ദൈവത്തിൻ കൽപ്പന കേട്ടു നന്നായി പേടകമുണ്ടാക്കി ഉള്ളിലാക്കി പക്ഷി മൃഗാദികൾ ജോഡികളായി. പേടകമുണ്ടാക്കി ഉള്ളിലാക്കി പക്ഷി മൃഗാദികൾ ജോഡികളായി. പക്ഷി മൃഗാദികൾ ജോഡികളായി. എല്ലാവരും പാട്ടൊക്കെ പാടിയില്ലേ? ഇനി ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയാമോ നോക്കട്ടെ. നമ്മുടെ ഈ പാഠത്തിൽ പെട്ടകമുണ്ടാക്കിയ ഒരാളെ പരിചയപ്പെട്ടു. ആരായിരുന്നു അത്? നോഹ. എത്ര ദിവസമാണ് ആ ജലപ്രളയം ഉണ്ടായത്? എത്ര ദിവസമാ? 40 ദിവസം. നോഹയുടെ ജീവിതകഥ പ്രതിപാദിക്കുന്ന ബൈബിളിലെ പുസ്തകം ഏതാണ്? ഉൽപ്പത്തി. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടിയുടെ അടയാളം എന്തായിരുന്നു? മഴവില്ല്. അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നപ്പോൾ നോഹയുടെ മക്കളെ പരിചയപ്പെട്ടു. നോഹയുടെ മക്കളുടെ പേര് ഓർക്കുന്നില്ല അല്ലേ? ബൈബിളിലുണ്ട്. ഷേം, ഹാം, യാഫെത്ത്. പിന്നെ നമ്മൾ കണ്ടു എവിടെയാണ് നോഹയുടെ മക്കള് ഗോപുരം പണിതത്? ബാബേൽ എന്ന സ്ഥലത്താണ് ഇവർ ഗോപുരവും പട്ടണവും പണിയാൻ തീരുമാനിച്ചത്, പണി തുടങ്ങിയത്. പക്ഷെ പൂർത്തിയാക്കാൻ സാധിച്ചോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ്? അവരുടെ അഹങ്കാരം കാരണം. ദൈവത്തിനോട് അനുവാദം ചോദിക്കാതെ അവർ ചെയ്തതുകൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. നമ്മൾ കണ്ടു പാപത്തിൻ്റെ ഫലം എന്താണ്? നാശം. മക്കള് ഈ ആഴ്ച വായിക്കേണ്ട ബൈബിൾ ഭാഗം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ പെട്ടകവും അതിനുശേഷം തുടർന്ന് നമ്മൾ കാണുന്ന ബാബേൽ ഗോപുരത്തിൻ്റെ കഥ മനസ്സിലാകും. അപ്പോൾ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങളിൽ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തെ പറ്റിയാണ്. നന്നായിട്ട് വായിക്കുമോ? കഴിഞ്ഞ ദിവസം വായിക്കാത്ത കുറച്ച് പേരുണ്ട്, എനിക്കറിയാം. പക്ഷേ മക്കളെ, ടീച്ചർ നിങ്ങൾ വായിക്കുന്നത് കാണുന്നില്ല. പക്ഷേ നിങ്ങൾ വായിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കൃത്യമായിട്ടും വായിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു, പഠിക്കാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള മക്കൾ ബൈബിൾ വായിച്ചു തുടങ്ങിയാൽ ദൈവം അനുഗ്രഹിക്കും. പിന്നെ ഒരു പ്രവർത്തനമാണ് പദസഞ്ചിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വാക്കുകൾ? 40. ഉത്തരം ചോദ്യം മനസ്സിലായല്ലേ? മഴവില്ല്, ദൈവം, നോഹ, അങ്ങനെ കുറേ വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവയിൽ നിന്ന് കണ്ടെത്തി എഴുതണം. പിന്നെ അവസാനം ക്രമത്തിൽ എഴുതുക. നമ്മളിപ്പോൾ എത്ര പാഠം പഠിച്ചു കഴിഞ്ഞു? 4 പാഠം അല്ലേ? അപ്പോൾ 1-ാം പാഠം മുതലുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 24-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് ടീച്ചറൊന്ന് പറയാം. ആദവും ഹൗവായും ദൈവത്തെ ധിക്കരിച്ചു. ഭൂമിയിൽ ജലപ്രളയമുണ്ടായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ബാബേൽ ഗോപുരം നിർമ്മിക്കുവാൻ തുടങ്ങി. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കായൻ ആബേലിനെ കൊന്നു. കിട്ടിയോ? നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ ഇതിലാദ്യമേ വരുന്നത് ഏത്, രണ്ടാമത് വരുന്നത് ഏത് എന്ന ക്രമത്തിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൃത്യമായി എഴുതുക. എന്നിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. കൂടാതെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ 3 ചോദ്യോത്തരങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? നോഹയിൽ ദൈവം സംപ്രീതനാകാൻ കാരണമെന്ത്? അറിയാവല്ലോ. ദൈവം ജലപ്രളയം മൂലം ഭൂമിയെ നശിപ്പിക്കാൻ കാരണമെന്ത്?
കിട്ടിയല്ലേ? മൂന്നാമത്തത് ദൈവത്തെ കൂടാതെ നോഹയുടെ മക്കൾ ഗോപുരം പണിത സ്ഥലമേത്? അവരെ ദൈവം എങ്ങനെയാണ് ശിക്ഷിച്ചത്? 2 കാര്യങ്ങളും കിട്ടിയല്ലോ. എങ്ങനെ ശിക്ഷിച്ചത്? അവരുടെ ഭാഷയെ ഭിന്നിപ്പിച്ചു, നാനാഭാഗങ്ങളിലേക്ക് ചിതറിച്ചു. പ്രിയമുള്ള മക്കളെ, നമ്മൾ ഈ പാഠഭാഗത്തുനിന്ന് ഏതൊക്കെ തീരുമാനങ്ങളാണ്, എന്തൊക്കെ ബോധ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? നോഹയുടെ ജീവിത കഥയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നവനെ ദൈവം നിരന്തരം കാത്തു പരിപാലിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് എന്താ? നോഹയുടെ മക്കളുടെ ജീവിത കഥ. അഹങ്കാരികളായിരുന്നു അല്ലേ? അഹങ്കാരം നാശത്തിൽ അവസാനിച്ചു. അഹങ്കരിക്കുന്നവരെ ദൈവം തീർച്ചയായും ശിക്ഷിക്കും. അതുകൊണ്ട് അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വേണ്ട മക്കളെ. നമുക്ക് വേണ്ടത് എളിമയാണ്. എളിമയുള്ളവർക്ക് ദൈവം അനുഗ്രഹം വാരിക്കോരിത്തരും. അതുകൊണ്ട് ടീച്ചർ ഇന്നൊരു സുഹൃത ജപമാണ് മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത്. ദൈവമേ, എൻ്റെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ. ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ, ദൈവമേ എൻ്റെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ. എപ്പോഴും ചെല്ലി നടന്നേ. നിങ്ങൾ കുഞ്ഞു മക്കളെ ഒന്ന് ഈശോയിൽ നിന്ന് വിളിച്ചാൽ മതി, ദൈവം അത് കേൾക്കും. നിങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കും. നല്ല മക്കളായിട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള മക്കളായിട്ട് കുഞ്ഞു മക്കൾ വളരണം. അപ്പം അടുത്ത ദിവസം കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ കഴിയണം, ദൈവത്തോടു കൂടിയായിരിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ